ഇന്നൊരു ലോങ് ഡേ ആണ്. കാര്യം വേറെ ഒന്നുമല്ല, ഇന്ന് റനുവിൻ്റെ 15th ബർത്ത്ഡേ ആണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിരിക്കുമ്പോഴായിരുന്നു DTDCന്ന് കോൾ വന്നത്. അപ്പാടെന്നെ പോയി വാങ്ങിച്ചു കേട്ടോ സാധനം. സംഭവം ബർത്ത്ഡേ ഗിഫ്റ്റ് തന്നെയാണ്. ഇപ്പച്ചിൻ്റെ ബ്രദർ കൊടുത്തിട്ടുള്ളതാണ്. ഗിഫ്റ്റ് കണ്ട് ഓൾ അപ്പാടെന്നെ ഷോക്ക് ആയിട്ടുണ്ട്. ട്രെൻഡിങ് ആയിട്ടുള്ള ഒരുവിധം എല്ലാ സാധനങ്ങളും ആ ഒരു ഹാമ്പറിൽ ഉണ്ടായിരുന്നു. വിത്ത് എ ലോട്ട് ഓഫ് ചോക്ലേറ്റ്സ്. ഇതിൽ കൂടുതൽ നമുക്ക് എന്ത് വേണം? ഗിഫ്റ്റ് ഒക്കെ ഓൾ എടുത്തോട്ടെ, കുറച്ച് ചോക്ലേറ്റ്സ് എനിക്ക് വേണമെന്നും പറഞ്ഞിട്ട് ഞാൻ ഇന്ന് കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ എടുത്തിട്ട് നേരെ കിച്ചണിലേക്ക് പോയി നോക്കി. നമ്മുടെ ഐസമിന് ഈ ഒരു പാണ്ട നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. കിച്ചണിൽ വന്ന് നോക്കിയപ്പോൾ താത്ത ഒരു മന്തി പ്രിപ്പറേഷനിലായിരുന്നു. ഓളുടെ ലൈഫിലെ ഫേസ്റ്റ് മന്തി ആയിരുന്നു കേട്ടോ ഇന്ന്. ഉമ്മച്ചി റെസ്റ്റിലായതുകൊണ്ട് ഇപ്പൊ കിച്ചൺ ഫുള്ള് താത്താന്റെ കയ്യിലാണ്. ഫുഡ് ഉണ്ടാക്കൽ ഫുൾ ഓളമൊക്കെ. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ട് നമുക്ക് മന്തിയും പിന്നെ കേക്കും ആയിരുന്നു ഉണ്ടായിരുന്നത്. രാവിലെ 10 മണി മുതൽ കേക്കിന്റെ ബാക്കിൽ തന്നെ ആയിരുന്നു. പക്ഷേ ഫൈനലി ഓളത് അടിപൊളിയാക്കി തന്നെ എടുത്തിട്ടുണ്ട്. സംഭവം കാണാനുള്ള പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ചെറുതായിട്ടൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഐസമിനും എന്തായാലും അതുപോലെ തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് റനുവിന്റെ അതുപോലെ തന്നെ ഉള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഓൾറെഡി ഓന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തുണ്ടായിട്ട് എന്താ, കേക്ക് ദീദിന്റെ കയ്യിലാണെന്നും ഫോട്ടോ ദീദിനെയാണ് എടുക്കണമെന്നും പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. പക്ഷേ നമ്മൾ അതൊക്കെ വേഗം തന്നെ റെഡിയാക്കിയിട്ട് നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിച്ചു. നല്ല അടിപൊളി കേക്ക് ആയിരുന്നു കേട്ടോ. പക്ഷെ മന്തി കുറച്ചൊന്ന് പാളിയിട്ടുണ്ട്. എന്തായാലും നെക്സ്റ്റ് ടൈം ഓള് റെഡിയാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. This is one of my moon. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോഴാണ് ബിൻഷി നമുക്കൊന്ന് പുറത്ത് പോയാലോ എന്ന് ചോദിച്ചു. പ്ലാൻ ആസ് യൂഷ്വൽ നെസ്റ്റോയിലേക്ക് തന്നെ ആയിരുന്നു. അത് കേട്ട പാതി കേൾക്കാത്ത പാതി ഇതാ ഐസമിന്റെ ഇവിടെ വന്നിട്ടുണ്ട്. ബസ്സിൽ ഒറ്റക്ക് ഓനെ കൊണ്ടുപോയി ടാസ്ക് ആണെന്നൊക്കെ കരുതിനു. പക്ഷേ ഓൻ അടിപൊളിയായിട്ട് തന്നെ കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. നെസ്റ്റോ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഓൻ്റെ ഒരു എന്തോ ഒരു സംഭവമാണല്ലോ, അതുകൊണ്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞങ്ങൾ പിന്നെ നേരെ പോയത് ഡ്രസ്സിന്റെ ഭാഗത്തേക്കായിരുന്നു. അവിടുന്ന് പിന്നെ ഓന് സ്കൂട്ടിയിൽ കയറണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതൊക്കെ കയറി. പിന്നെ ഫുഡിന്റെ ഭാഗത്ത് പോയപ്പോഴാണ് രസം. സ്ട്രോബെറി ആയി, കപ്പ് കേക്കായി, ഈ ഒരു ക്യാൻഡി ആയി, അങ്ങനെ കുറച്ച് പൈസ അങ്ങ് പോയി. പൈസ പോയി എന്ന് പറയാൻ കാര്യം ഈ വാങ്ങിയ ഒരു സാധനവും ഓൻ കഴിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ എന്തായാലും അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയ പാട് ഞാനും ഇതാണ് കേട്ടോ എൻ്റെ ആപ്പ, അതായത് ഇപ്പച്ചിൻ്റെ ബ്രദർ, ഞങ്ങൾ രണ്ടുപേരും കൂടെ ഓന് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റുഡിയോയിലും ട്രെൻഡ്സിലും മെൻറ്റിലും ഒക്കെ ആയിട്ട് കയറി അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് തിരിച്ചു വന്നപ്പോഴാണ് എനിക്ക് 2 ഡ്രസ്സ് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞത്. അപ്പോൾ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാൻ നിർത്തി. ഇതെനിക്ക് ജിയാന സ്റ്റൈലിഷ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളതാണ്. അവരുടെ കയ്യിൽ അടിപൊളി കളക്ഷൻസ് ഓഫ് ഷോർട്ട് കുർത്തീസും ലോങ് കുർത്തീസും ചുരിദാർ സ്യൂട്ട്സും അനാർക്കലി സ്യൂട്ട്സും ഒക്കെ അവൈലബിൾ ആണ്. ശരിക്കും ഈ ഒരു വൈറ്റിന് ഇത്ര നല്ലൊരു ക്വാളിറ്റി ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷെ കിട്ടിക്കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി മെറ്റീരിയലുള്ള ഔട്ട്ഫിറ്റ് ആയിരുന്നു. ഒരു ഇൻസ്റ്റയിലൊന്നും വല്ലാതൊരു ആക്റ്റീവ് അല്ലായിരുന്നു, ജസ്റ്റ് ഒരു ന്യൂ പേജാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് എന്തായാലും ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.